തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ സംരക്ഷണവും ഒപ്പം വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യവും പരിരക്ഷിക്കാൻ നിൽക്കുന്ന ബോർഡാണ്. സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും ആ നിലപാടെടുക്കാനുള്ള അധികാരവും അവകാശവും എല്ലാം ആ ബോർഡിനുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ഇതിന് ശേഷം ഇനി ഗവൺമെൻറ് ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്തതിന് ശേഷമേ അത് നിലപാട് കൊടുക്കും. അതടുത്ത ക്യാബിനറ്റോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ക്യാബിനറ്റോ വരുമ്പോഴേ ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യും. ഇല്ല, സർക്കാർ ഒരു നിർദ്ദേശം അത് അവർ സ്വതന്ത്രമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല, കേരളത്തിലെ 5 ദേവസ്വം ബോർഡിലുണ്ട്. 951 ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡുകൾക്ക് പരമാധികാരമുണ്ട്, സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് അവർ ആ തീരുമാനമെടുത്ത് അത്തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ ഗവൺമെൻറ് നിലപാടെന്താണെന്ന് ഗവൺമെൻറ് കൂടി ആലോചിച്ചതിന് ശേഷം. ഇല്ല, അത് ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂട്ടുത്തരവാദിത്തമുള്ള ഗവൺമെൻറ് എന്ന രൂപത്തിൽ ഏത് വിഷയവും ഞങ്ങൾ ക്യാബിനറ്റ് ചർച്ച ചെയ്ത് കൂട്ടായിട്ടാണ് പ്രഖ്യാപിക്കുക. 14-ാം തീയതി കേസ് പരിഗണിക്കുന്ന സമയത്ത് സർക്കാരിന്റെ നിലപാട് നിശ്ചയമായി ഇതിൻ്റെ മുമ്പ് തന്നെ കൊടുക്കും. സർക്കാരിൻ്റെ നിലപാട് അതിന് മുമ്പ് തന്നെ ഞങ്ങൾ കൂടി ആലോചിക്കും. ഈ സർക്കാരിന് വേറെ നിലപാടുണ്ടാവുമോ? ദേവസ്വം ബോർഡിന്റെ നിലപാട്? ഇല്ല, അതിപ്പം ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് ശരിയല്ല. ഞാൻ കൂട്ടുത്തരവാദിത്തമുള്ളൊരു ഗവൺമെൻറ് എന്ന രൂപത്തിൽ ഗവൺമെൻറ് ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ ഗവൺമെൻറ് നിലപാട് കോടതിയെ 14-ാം തീയതി നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിലപാടിൽ നിന്ന് ഒരു യൂട്ടേൺ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിച്ചു. ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. വിശ്വാസികളുടെ താല്പര്യം പരിരക്ഷിക്കുകയാണ് ബോർഡിൻ്റെ ചുമതല. അവർ ആ കാര്യത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നു. അതിൽ ഗവൺമെൻറ് നിലപാട് എന്താണെന്ന് ഞങ്ങൾ കൂടി ക്യാബിനറ്റ് ആലോചിച്ചതിന് ശേഷം അടുത്ത ദിവസവും കൂടി ആലോചിച്ച് നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന യോഗം എന്ന രൂപത്തിൽ അത്തരം തീരുമാനം എടുത്തിട്ട് പറയും. നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ എടുത്തിരുന്ന ഒരു തീരുമാനം നിലപാട് എന്നുള്ളത് എത്തിയാൽ ആരെ സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു. തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഞങ്ങൾ കൂടി ആലോചിച്ചതിന് ശേഷം അതിലെ ഗവൺമെന്റ് നിലപാട് ഞങ്ങൾ പറയും. ഒറ്റയ്ക്ക് പറയേണ്ടതല്ല. ജെൻഡർ ഇഷ്യൂ, അതുപോലെ തന്നെ ആളുകളുടെ സ്വാതന്ത്ര്യമൊക്കെയായ വിഷയം അന്ന് ചർച്ച ചെയ്യുകയും എല്ലാ വേദികളിലും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ എത്തുന്ന സാഹചര്യം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ കുറിച്ചും കാര്യങ്ങൾ സമരങ്ങളെല്ലാം ഉണ്ടായ പശ്ചാത്തലമുണ്ട്. ആ നിലപാടുകളിൽ നിന്ന് മുന്നോട്ട് പോയെന്ന് വേണം. ഇപ്പൊ ഗവൺമെന്റ് നിലപാട് പറഞ്ഞില്ലല്ലോ. ഗവൺമെന്റ് നിലപാട് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് പറയും. ആ സമയത്ത് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ സംഘത്തിന്റെ കണക്ക് അതിന്റെ ഓഡിറ്റ് ഹൈക്കോടതി നേരിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യം സ്വകാര്യ ഓഡിറ്റ് മാറി ഇപ്പോൾ ഇന്നിപ്പോ കോടതി പരിഗണിച്ചത് എല്ലാ കണക്കുകളും ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ്. കുഴപ്പമില്ല, അത് ഏറ്റവും നല്ല കാര്യമല്ലേ. അതിനകത്ത് ഏറ്റവും സ്വാഗതം ചെയ്യും.